ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അല്പം സമയം വചന വെളിച്ചത്തിൽ നാം ഒരു പ്രധാനപ്പെട്ട വിഷയം ചിന്തിക്കുകയാണ്. ശരീരത്തിൽ പച്ച കുത്താമോ? പലരുടെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. അതല്ലെങ്കിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവവചനം എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? ചിലര് കുരിശുരൂപം ശരീരത്തിൽ പച്ചയായി കുത്തുന്നവരുണ്ട്. വേറെ ചിലര് പ്രേമിക്കുന്ന വ്യക്തിയുടെ പേര് പച്ചകുത്തി ശരീരത്തിൽ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. വിദേശത്ത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഞാൻ കണ്ടതാണ്, ഒരു കത്തോലിക്ക സ്ത്രീയുടെ പുറകിലായിട്ട് അതനുസരിച്ച് ബ്ലൗസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, വലിയ സൈസ് ഓം പച്ചകുത്തിയിരിക്കുകയാണ്. ഇതുപോലെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്ന വ്യക്തികളെ കണ്ടെന്ന് വരും. മറ്റൊരു വിദേശിയെ ഞാൻ കാണുകയുണ്ടായി. വളരെ കുറച്ച് ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ പച്ച കുത്തിയിരിക്കുകയാണ്. അത് പല ഐറ്റംസ്, പാമ്പ്, പഴുതാര, തേള്, ഇങ്ങനെയുള്ള പലതും അവൻ്റെ ശരീരത്തിൽ കാണപ്പെട്ടു. എൻ്റെ മനസ്സിൽ കൂടെ പോയത്, അവനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നേഴ്സറി പിള്ളേരെ പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും, ഇതങ്ങ് കാണിച്ചു കൊടുത്താൽ മതി. അതുപോലെ ശരീരത്തിൽ പച്ചകുത്തി വിരൂപമാക്കുന്ന വ്യക്തികളെ പോലും നമ്മൾ കണ്ടെത്തിയെന്ന് വരും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 28-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, ദേഹത്ത് പച്ച കുത്തരുത്, ഞാനാണ് കർത്താവ്. ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ഒരു കാര്യവും നമ്മുടെ ശരീരത്ത് കുത്തേണ്ടതില്ല. അതല്ലാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ പൂജിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും വരത്തില്ല എന്നുള്ളത് ദൈവവചനം ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പച്ച കുത്തുന്നതിൽ വരാവുന്ന ചില അപാകതകളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതെപ്പോഴാണ് അപകടകാരിയായി മാറുക? ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അപകടം ക്ഷണിച്ചു വരുത്താം. ഇത് ചിലരെ കാണാൻ സാധിക്കും, എല്ലാവർക്കും ഉണ്ട്, അവരിത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നു, അതുകൊണ്ട് എനിക്കും വേണം എന്നുള്ള ആ ചിന്തയിൽ പച്ചകുത്താൻ ഉത്സാഹം കാണിക്കുന്ന വ്യക്തികളെ കണ്ടെന്ന് വരും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. അത് ഉപവാസമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ദാനധർമ്മമാണെങ്കിലും മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഇതൊന്നും ചെയ്യരുത്. അപ്പോൾ പിന്നെ പച്ച കുത്തുന്നത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലോ നിശ്ചയമായിട്ടും അത് പാപകരമെന്ന് ദൈവം പറയാതിരിക്കുമോ? നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. അങ്ങനെയാണ് വചനം നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പറയുണ്ട്, മനുഷ്യരെ കാണിക്കാനോ അവരെ പ്രീതിപ്പെടുത്താനോ ഈ പച്ച കുത്തുന്നതിലേക്ക് പോകുന്നത് തെറ്റാണെന്നുള്ളത് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം 20-ാമത്തെ വചനവും സങ്കീർത്തനം 139 ഇതെല്ലാം എടുക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഹൃദയം അറിയുന്നവനാണ്, ഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. നമ്മുടെ ഒരു ചിന്തയും ദൈവത്തിന് അജ്ഞാതമല്ല. നമ്മൾ പറയുന്ന ഒരു വാക്കും ദൈവം കേൾക്കാതെ പോകില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിനറിയാം നമ്മുടെ ഉദ്ദേശം. ഈ ഒരു കാര്യം ചെയ്യുമ്പോഴും എന്തുദ്ദേശത്തോടുകൂടി നമ്മളത് ചെയ്യുന്നു എന്ന് കർത്താവിനറിയാം. സുഭാഷിതങ്ങൾ 16-2 17-3 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയം പരിശോധിക്കുന്നവനാണ് കർത്താവ്. ശുദ്ധ നിയോഗത്തോടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ദൈവം അത് അറിഞ്ഞിരിക്കും, അതിന് പ്രതിഫലം ലഭിക്കും. ഇനി നിയോഗശുദ്ധിയില്ലാതെ ഏത് കാര്യം ചെയ്താലും അത് ദൈവം മനസ്സിലാക്കിയിരിക്കും എന്നുള്ളത് ഈ വചനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവത്തോടും മറ്റുള്ളവരോടും മറുതലിക്കുന്നതിൻ്റെ ഭാഗമായി ഇക്കാര്യം ചെയ്യുന്നത് പാപകരമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതാണ് ലേവിയർ 19-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടത്. ഒരിക്കലൊരു യുവതി, അവൾ സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജിലേക്ക് കയറുന്നേ ഉള്ളൂ. അവളെ കൊണ്ടുവന്ന് ഞാൻ നോക്കുമ്പം കാണാവുന്ന ശരീരഭാഗങ്ങളിലെല്ലാം എന്തോ ഈ ഷാർപ്പ് മെറ്റീരിയൽ കൊണ്ട് വരഞ്ഞു വെച്ചിരിക്കുന്ന പോലെ. ഇപ്പം ഞാൻ അവളോട് ചോദിച്ചു, എന്നെ പറ്റി മോളെ, നിൻ്റെ കയ്യിൽ മേത്തൊക്കെ ഇതുപോലത്തെ അടയാളങ്ങൾ? അപ്പോൾ ഒരു കൂസലുമില്ലാതെ പറഞ്ഞ ഒരു കാര്യമാണ്, ആരെങ്കിലും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ, എനിക്ക് അനിഷ്ടമായത് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉടനെ ഇതുപോലെ
ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും എടുത്ത് എൻ്റെ ശരീരഭാഗത്തെ ഞാൻ വരയും. എൻ്റെ മനസ്സിൽ കൂടെ പോയത് ഈ വ്യക്തിയുടെ ശരീരം, ദൈവത്തിൻ്റെ ആലയമായ ശരീരം, ആ ശരീരത്തെ മീൻ മരഞ്ഞുണങ്ങാൻ വെച്ചിരിക്കുന്നത് പോലെ വെച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാര്യം നമ്മുടെ ശരീരത്തോട് ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ്, ദൈവനിഷേധത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ അപകടകരമാണ്. ഉദാഹരണത്തിന്, സാത്താനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പച്ചകുത്തി വച്ചിരിക്കുന്നത്. അത് ദൈവനിഷേധമാണ്. സങ്കീർത്തനം 14 ആദ്യത്തെ 2 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അതൊരു ഫാഷനായിട്ട് കാണേണ്ടതല്ല. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. വീണ്ടും 2ാമത്തെ വചനം എടുക്കുമ്പോൾ, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ജ്ഞാനികളുണ്ടോ എന്ന് കണ്ടെത്താനാണ്. ദൈവത്തെ അന്വേഷിക്കുന്നതാണ് ജ്ഞാനം. ദൈവത്തെ തള്ളിപ്പറയുന്നത് അത് മൂഢതയാണ് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സങ്കീർത്തനം 15 3ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, പരദൂഷണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണ് ദൈവദൂഷണം. സങ്കീർത്തനം 15 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, പരദൂഷണം പറയാത്തവർക്കാണ് കർത്താവിൻ്റെ മല കയറാനുള്ള യോഗ്യത. പരദൂഷണം പറഞ്ഞ് നടക്കുന്നവർക്ക് ദൈവസാന്നിധ്യത്തിൽ എത്താൻ പറ്റിയെന്ന് വരില്ല. പറയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മല കയറി ആ മലമുകളിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റും. യെശയ്യാ 25-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യമാണ്, ദൈവം ഒരുക്കിയിരിക്കുന്ന ആ മല കയറിയാൽ അവിടെ നമുക്ക് വിഭവസമൃദ്ധമായ ആ സദ്യയിൽ പങ്കെടുക്കാൻ പറ്റും. നമ്മുടെ കണ്ണീരെല്ലാം തുടച്ചു മാറ്റപ്പെടും. അവസാനമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവദൂഷണം ഇതിനേക്കാളൊക്കെ ഒരുപാട് ഗൗരവമുള്ള കാര്യമാണ്. 2 മക്കബായ 15-ാം അധ്യായം എടുക്കുമ്പോൾ ദൈവദൂഷണം നടത്തിയ നിക്കാനോറിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 ദിനവൃത്താന്തം 32-ാം അധ്യായം എടുക്കുമ്പോൾ സെന്നക്കെരിബ് ദൈവദൂഷണം നടത്തിയവനാണ്, അവൻ്റെ തന്നെ മക്കളിലൊരാളാണ് അവൻ്റെ ശിരസ് ഛേദിച്ചത്. അവൻ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ദൈവത്തെ മാനിക്കുന്നവരും ആദരിക്കുന്നവരും ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി പൂജിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. 1 പത്രോസ് 3:15 നമ്മുടെ ഹൃദയത്തിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.